ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളൊരു പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. പുറത്തിച്ചക്ക ജാം എന്നാണ് നമ്മൾ തിരുവനന്തപുരത്ത് പുറത്തിച്ചക്ക പൈനാപ്പിൾ അങ്ങനെ പൈനാപ്പിൾ സ്ഥലം വേറെ സ്ഥലങ്ങളൊക്കെ വേറെ വേറെ പേര് കൈതച്ചക്ക എന്ന് പറയും. ഓരോ സ്ഥലങ്ങളും ഓരോ പേരില്ല. നമ്മളിവിടെ പറയുന്നത് പുറത്തിച്ചക്ക എന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തിച്ചക്ക കൊണ്ട് ഇത് ജാം ഉണ്ടാക്കാൻ വേണം. ആദ്യം നമ്മൾ 2 പുറത്തിച്ചക്ക എടുത്ത് അതിൻ്റെ തൊലി രണ്ടിൻ്റെയും തൊലി നല്ലതുപോലെ ചെത്തി കളയണം കേട്ടോ. അങ്ങനെ നമ്മൾ ചെത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ ചെത്തി കളയണം. തൊലി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഇതല്ല. അങ്ങനെ എല്ലാം ചെത്തി കളഞ്ഞ ശേഷം അത് കഴിഞ്ഞ് ചെത്തി തീർന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കണ്ണ് പോലെ ഇരിക്കുന്ന സാധനം അത് ഇളക്കി ഇങ്ങനെ കളയാനായിട്ട്. ചിലപ്പോൾ കണ്ണിരുന്ന് കഴിഞ്ഞാൽ നാക്ക് കടിക്കും എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ കണ്ണ് വെച്ചിരുന്നിട്ട് നമ്മൾ ഈ കൈതച്ചക്ക കഴിക്കുമ്പം അതിൻ്റെ ഇത് നമ്മുടെ നാക്ക് കടിക്കുന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കണ്ണൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു പാത്രം എടുത്ത് ഇത് ചെത്തി പാത്രത്തിനകത്ത് ഇടാനായിട്ട്. ഇത് രണ്ട് ചെത്തി പാത്രത്തിൽ അതിൻ്റെ തണ്ട് കളയും അതെടുക്കും കേട്ടോ. അല്ലാതെ എല്ലാം ചെത്തിയിടണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ജാർ എടുത്തിട്ട് ജാറിൽ കുറച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കുകയാണ്. നല്ല അരച്ച് മഷി രൂപത്തിലെടുക്കുകയാണ്. കുറേശ്ശെ ഇട്ടാണ്ട് അടിക്കണം. എല്ലാം ഒരുമിച്ചിട്ട് അടിച്ചാൽ ചിലപ്പോൾ കുറച്ച് വലുതായിട്ട് കിടക്കും അതിനകത്ത്. അതുകൊണ്ട് കുറേശ്ശെ എടുത്ത് ഞങ്ങൾ മഷി രൂപത്തിലടിച്ച് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് അതിലൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് ഇതെല്ലാം കൂടെ അതിൽ വീഴ്ത്തി നല്ലതുപോലെ കുറുക്കി നല്ലതുപോലെ ഈ തവിയിട്ട് നല്ലതുപോലെ ഈ അടി പിടിക്കാതെ കുറുക്കി എടുക്കുമ്പം ഇതിൻ്റെ കളർ ഇങ്ങനെ തിളയ്ക്കുമ്പോൾ കളർ പറ്റിയത് ഈ മഞ്ഞ കളറായി വരും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് പഞ്ചസാര ഇടാം. ചിലവർ കൽക്കണ്ടിടും, ചിലർ പഞ്ചസാര ഇടും. പിന്നെ മധുരത്തിന് അത്യാവശ്യം എങ്ങനെയാണോ ഞങ്ങളുടെ ഇഷ്ടത്തിന് പഞ്ചസാര ഇട്ടോളൂ. അങ്ങനെ ഞങ്ങൾ പഞ്ചസാര ഇട്ട് 2 പട്ടയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി നല്ലോണം കുറുക്കി കളർ കണ്ട മാറി വരണം. ഏതാണ്ടൊക്കെ ബ്രൗൺ കളറായി വരും ലാസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും പകുതി നാരങ്ങയുടെ നീരും കൂടെ ഇട്ട് ഇതിലിട്ട് നല്ലപോലെ കുറുക്കി എടുക്കുമ്പം അതിൻ്റെ കളർ നല്ല ബ്രൗൺ കളറായി വരും. അപ്പോഴത്തേക്ക് ഇത് കുറുകിയൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഈ മഷി രൂപത്തിലാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ ജാം റെഡിയാവും. കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് ഒരു കുപ്പി എടുത്ത് കുപ്പിയിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ എടുക്കാൻ കണക്കിന് കുപ്പിയിലാക്കി സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അടുത്ത വീഡിയോ ഇടുന്നവരെ ബൈ.